ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിനും ആസ്ട്രേലിയക്കുമിടയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു കുഞ്ഞു ഭൂപ്രദേശം. നിരവധി ഉൾക്കടലുകൾക്കിടയിൽ നീണ്ടുമെലിഞ്ഞ് സുനാമിയോടും അതിരുകൾ ഭേദിച്ചെത്തുന്ന കടലിനോടും പടവെട്ടുന്ന ഇന്തോനേഷ്യയുടെ മണ്ണിലും മനസ്സിലും ഇപ്പോൾ ഫുട്ബോളാണ്. ലോക ഫുട്ബോളിൽ കാര്യമായ മേൽവിലാസങ്ങളൊന്നുമില്ലാത്ത ഒരു നാടിൻ്റെ സ്വപ്നങ്ങളിൽ ലോക ഫുട്ബോൾ എന്ന വിശ്വമഹാമേള നിറയുന്നു. പുതിയ മൈതാനങ്ങളിലേക്കും ഭൂപ്രദേശങ്ങളിലേക്കും പടരുന്ന കാൽപന്ത് ഐതിഹ്യത്തിന്റെ പുത്തൻ മണ്ണായി മാറാൻ ഒരുങ്ങുകയാണ് ഏഷ്യയിൽ നിന്നുള്ള ഈ കൊച്ചു രാജ്യം. (2026) ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ ഏഷ്യൻ പോരാട്ടങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിറമുള്ള പ്രതീക്ഷകളുമായി ഇന്തോനേഷ്യയും മുന്നിൽ തന്നെയുണ്ട്. യോഗ്യതാംഗങ്ങളുടെ 3 റൗണ്ട് പൂർത്തിയാക്കിയ ഏഷ്യയിൽ നിന്നും ഇതിനകം 6 രാജ്യങ്ങൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. കളി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 ടീമുകൾക്ക് കൂടി അവസരം ലഭിക്കും. അവരിൽ ഒരാളാവാനാണ് ഇന്തോനേഷ്യ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഫിഫ റാങ്കിങ്ങിലെ സാങ്കേതിക നമ്പറുകളിലേക്ക് നോക്കിയാൽ ഏറെ ദുർബലരാണ് ഇന്തോനേഷ്യ. ലോക റാങ്കിങ്ങിൽ സ്ഥാനം 119. എന്നാൽ ഖത്തർ വേദിയായ ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്തോനേഷ്യൻ ഫുട്ബോളിന്റെ പുതുവിളംബരമായിരുന്നു. ഇറാഖും ജപ്പാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ടീം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൊറിയ താരങ്ങൾ മിന്നൽ പിണർ പോലെയുള്ള നീക്കങ്ങളുമായി ദോഹയിലെ മൈതാനിയിൽ കളം വാണപ്പോൾ ആരവങ്ങളുമായി എത്തിയ ഗാലറിയിലെ ആരാധക സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. ഏഷ്യൻ കപ്പിൽ ആദ്യമായി നോക്കൌട്ടിൽ ഇടം പിടിച്ച് മടങ്ങിയവരെ അതിനേക്കാൾ മൂർച്ചയേറിയ പ്രകടനവുമായാണ് ഇപ്പോൾ ലോകകപ്പ് യോഗ്യതാ മൈതാനങ്ങളിൽ കാണാനാവുന്നത്. ദക്ഷിണ കൊറിയക്കാരനായ ഷിൻ തായോങ്ങിലൂടെ കഴിഞ്ഞ 5 വർഷത്തിൽ പുതിയ ടീമായി അവതരിച്ച ഇന്തോനേഷ്യക്ക് പുത്തൻ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ മികവ് സമ്മാനിക്കുന്നതായിരുന്നു മുൻ ഡച്ച് ഇതിഹാസം പാട്രിക് ക്ലൈവേർട്ടിന്റെ വരവ്. ഫുട്ബോളിലെ ഈ ഇന്തോനേഷ്യൻ വിപ്ലവത്തിന്റെ രഹസ്യങ്ങൾ ചികയുമ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വേരൊറുക്കാൻ കഴിയാത്തൊരു പാരമ്പര്യത്തിലേക്കാണ്. 2 നൂറ്റാണ്ടുകാലം ഇന്തോനേഷ്യയെ തങ്ങളുടെ സജീവ കോളനികളിൽ ഒന്നാക്കി അടക്കി വാണ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും തുടങ്ങുന്നു ആ പാരമ്പര്യം. 2ാം ലോക മഹായുദ്ധത്തോടെ ഡച്ചുകാർ ദ്വീപരാജ്യം ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും ഇരു രാജ്യങ്ങളിലുമായി വേരായുന്ന ബന്ധങ്ങളിലൂടെ ഫുട്ബോൾ തുടർന്നു. 2 നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കോളനി കാലത്തിനിടയിൽ തൊഴിൽ തേടിയും മറ്റും നെതർലാൻഡിലേക്ക് കുടിയേറിയ ഇന്തോനേഷ്യക്കാരുടെ പിൻതലമുറ കാൽപാദം നിറയെ ഫുട്ബോൾ പ്രതിഭയുമായി തിരികെ എത്തി തുടങ്ങിയിരിക്കുന്നു. PSVയിലും അയാക്സിലും ഉൾപ്പെടെ ക്ലബ്ബുകളിലും നെതർലാൻഡ് ദേശീയ യൂത്ത് ടീമുകളിലും കളിച്ചവരുൾപ്പെടെ നിരവധി പേർ ഇന്തോനേഷ്യൻ കുപ്പായത്തിൽ അരങ്ങേറി കഴിഞ്ഞു. നിലവിൽ ടീമിലുള്ള 80% പേരും ഡച്ചുകാരാണ്. ഓറഞ്ച് നിറമുള്ള ഇന്തോനേഷ്യയുടെ സ്വപ്നങ്ങളും സഫലമാവട്ടെ. കാൽപന്തിന്റെ പുസ്തകത്തിൽ അവരും പുതിയ കഥകൾ രചിക്കട്ടെ.